എന്താണ് ഈ ബദർ എന്ന് പറയുമ്പോൾ? ഒരു യുദ്ധമാണ്. യുദ്ധം എന്ന് പറയുമ്പോൾ ആളുകളെ കൊല്ലുക എന്നത് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദ്ഘാടകനായ സലം സാറ് പറഞ്ഞതുപോലെ ഇതൊരു ധർമ്മയുദ്ധമാണ്. യുദ്ധം പോലും മഹാന്മാർ, ആ സ്വഹാബത്ത്, ആ ബദറിൽ പങ്കെടുത്തവർ ഉദ്ദേശിച്ചിട്ടില്ല. അങ്കുലിൽ പരിമിതമായ സ്വഹാബത്ത് മക്കയിൽ 13 വർഷം വളരെയധികം പീഡനങ്ങൾ, യാതനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കഴിഞ്ഞ ഒരു വിഭാഗം. മുഹമ്മദ് റസൂലുള്ളാഹിയും അവിടുത്തെ അനുചരന്മാരാകുന്ന വിരലിൽ എണ്ണാവുന്ന ആളുകൾ 13 വർഷം മക്കയിൽ അവരനുഭവിച്ച വിഷമങ്ങൾ ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, എഴുതി തീർക്കാൻ സാധ്യമല്ല, പാടി തീർക്കാൻ സാധ്യമല്ല. അത്രത്തോളം കൊടും ഭീകര ആക്രമണങ്ങൾക്കാണ് മുഹമ്മദ് നബിയും അവിടുത്തെ തുച്ഛമായ അനുയായികളും മക്കയിൽ സഹിച്ചത്. അവിടുത്തെ അനുചരന്മാരെ കയ്യും കാലും ബന്ധിച്ചിട്ട് തീയിലിട്ട്, ഇന്നിന്റെ ശബർമയ്ക്കും മറ്റുമൊക്കെ കറക്ക് കോഴികൾ കണ്ടിട്ടില്ലേ, അതുപോലെ തീയിലിട്ട് പൊള്ളിക്കുമായിരുന്നു. ഇത് കാണുമ്പോൾ മക്കയിലെ അന്നത്തെ ഖുറൈശികൾ മുഹമ്മദ് നബിയോട് ചെയ്ത, അനുയായികളോട് ചെയ്ത ക്രൂരത ഓർമ്മ വരാറുണ്ട് കറങ്ങുന്ന കോഴിയെ കാണുമ്പോൾ. മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു അവിടുന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ അവിടുന്ന് ചെയ്ത പണി ഇന്നത്തെ കറക്കുകോഴിയെ കിടന്ന് കറങ്ങുന്നത് പോലെ തീയിട്ടിട്ട് കയ്യും കാലും ബന്ധിച്ചിട്ട് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരമാസകലം പൊള്ളിച്ചു കളഞ്ഞു മക്കയിലെ ഖുറൈശികൾ. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, പത്തിരി പോലെ ചപ്പിപ്പോയ മൂക്കുള്ള ബിലാൽ, സ്പ്രിംഗ് പോലെ വളഞ്ഞ മുടിയുള്ള ബിലാൽ, ചുണ്ട് തടിച്ച ബിലാൽ, നീഗ്രോ വർഗത്തിൽപ്പെട്ട ബിലാൽ. ഇന്നിപ്പോ കറുപ്പിനെ കുറ്റം പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കറുത്തവൻ ഒന്നിനും വേണ്ട, അവനൊന്നിനും കൊള്ളില്ല. ഇന്ന് വലിയ വലിയ കൊച്ചമ്മമാരും അമ്മച്ചിമാരൊക്കെ വെച്ച് കാച്ചുന്ന ഒരു യുഗത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും കിടക്കുന്നില്ല. ഞാൻ അത് പറയുമ്പോൾ വിഷയം അങ്ങോട്ട് പോകും. ഏതുമാകട്ടെ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ തന്റെ യജമാനനാകുന്ന ഉമയ്യത്ത് ബിൻ ഖലഫ് കടന്നു വന്നിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ, നമ്മൾക്ക് ഇന്ന് ചൂടിന്റെ തീഷ്ണത അനുഭവിക്കുന്നവരാണ്. ആ ഗൾഫിലെ ചൂട് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. മരുഭൂമിയിൽ കൊണ്ടുവന്ന് നൂൽബന്ധം പോലും ഇല്ലാതെ മലർത്തി കിടത്തി കറുത്ത കരിക്കല്ലുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് എടുത്തു വെച്ചു. അവസാന ബിലാൽ ഇബ്നു റബാഹിനെ അടിച്ചു. ഓരോ അടിയിലും തൊലി ഉരിഞ്ഞു വന്നു. അവസാന അടി കൊണ്ട് അവശനായ ബിലാൽ ഇബ്നു റബാഹ് അവിടുന്ന് അല്പം വെള്ളം തരുമോ, വെള്ളം വേണം എന്ന് പറയുമ്പോ ഉമയ്യത്ത് വന്നിട്ട് കാറ്റിച്ചു വായിലേക്ക് തുപ്പിക്കൊടുത്തു ബിലാൽ ഇബ്നു റബാഹ് ദാഹത്തിന്റെ തീഷ്ണത കൊണ്ട് ആ തുപ്പലിങ്ങനെ നാക്കുകൊണ്ട് ഒപ്പിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ഒപ്പിയെടുക്കുകയാണ്. അവിടുന്ന് ദാഹം മാറുന്നില്ല. വീണ്ടും വെള്ളം തരുമോ എന്ന് വിളിക്കുമ്പോ ഉമയ്യത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ കടന്നു വരിക, യജമാനൻ. എന്നിട്ട് വസ്ത്രം അങ്ങോട്ട് ഉയർത്തിയിട്ട് ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. ഉമയ്യത്ത് ബിൻ ഖലഫ്, തന്റെ യജമാനൻ. ആ മൂത്രവും ബിലാൽ ഇബ്നു റബാഹ് കുടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ത്യാഗം സഹിച്ച് ആയിരക്കണക്കിന് കഥകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനുണ്ട്, അങ്ങോട്ടും കിടക്കുകയല്ല. അങ്ങനെ ത്യാഗം സഹിച്ചു. അവസാനം വെള്ളം ബഹിഷ്കരിച്ചു, ഭക്ഷണം കൊടുത്തില്ല. എന്തിനധികം മുഹമ്മദ് നബിയും അവിടുത്തെ അനുചരന്മാരും വൃക്ഷത്തിന്റെ ഇല അതങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി. വേറെ നിവർത്തിയില്ല. ബഹിഷ്കരണമാണ് മക്കയിൽ. ഒരു ഭക്ഷണം പോലും കിട്ടുകയില്ല. വൃക്ഷത്തിന്റെ ഇല തിന്നിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ, മനസ്സിലാക്കണം, ആട് ഇല തിന്നിട്ട്, പ്ലാവല തിന്നിട്ട്, പ്ലാവിന്റെ ഇല തിന്നിട്ട് ആട് കാഷ്ടിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ മുഹമ്മദ് നബിയും അവിടുത്തെ അനുയായികളും കാഷ്ടിക്കുന്നത് ഇങ്ങനെയായിരുന്നു, ഇലകൾ തിന്നിട്ട്. അവസാനം സഹിക്കവയ്യാതെ ഇനി മക്കയിൽ നിന്നിട്ട് കാര്യമില്ല, പോകാം മദീനയിലേക്ക്. അവിടുന്ന് 500 കിലോമീറ്ററുകൾ താണ്ടി മദീനയിലെത്തി. അവിടുത്തെ തുച്ഛമായ അനുയായികൾ സ്വത്തുകൾ മുഴുവനും ഈ തക്കം നോക്കി ഖുറൈശികൾ കട്ടുകൊണ്ടുപോയി, വാരിക്കൊണ്ടുപോയി, ഒട്ടകം കൊണ്ടുപോയി, ആടിനെ കൊണ്ടുപോയി, മുന്തിരിത്തോട്ടങ്ങൾ പിടിച്ചെടുത്തു, സ്വത്തുകൾ മുഴുവനും പിടിച്ചെടുത്തു. മദീനയിൽ പാവപ്പെട്ട പ്രവാചകരും അനുയായികളും സ്വസ്ഥമായി താമസിക്കാൻ തീരുമാനിക്കും. അവിടെയും വെച്ച് പുലർത്തില്ല.
അവിടെയും മുഹമ്മദിനെ വെച്ച് പുലർത്തില്ല, വിടില്ല, ഞങ്ങൾ കൊല്ലും അവനെ. അവസാനം മദീനയെ ആക്രമിക്കാനും പ്ലാൻ. എങ്ങനെയാ പ്ലാൻ? മദീനയിലൂടെ കച്ചവടത്തിന് പോയി കൊണ്ടുവരുന്ന ധനങ്ങൾ കൊണ്ട് വാളും കുന്തവും കുതിരയും ഒക്കെ വാങ്ങിക്കൂട്ടുക, പടത്തൊപ്പിയും പടയങ്കിയും എല്ലാം മേടിച്ചു കൂട്ടുകയാണ്. ഇത് പ്രവാചകൻ അറിഞ്ഞപ്പോ അങ്ങനെ വിട്ടാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലൂടെ കച്ചവടത്തിന് പോയി നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടം നടത്തി സർവ്വതും ആസ്വദിച്ചിട്ട് ഇനി നമ്മുടെ നാടും കൂടെ ആക്രമിക്കാനോ? പറ്റില്ല. ഒരു ഉപരോധം, ഒരു സാമ്പത്തിക ഉപരോധം പ്രവാചകൻ പ്രഖ്യാപിച്ചു. പക്ഷേ മക്കയിൽ ചില ആളുകൾ മദീനയിൽ നിന്ന് വിവരം കൊടുത്തു, മക്കയെ ആക്രമിക്കാൻ മുഹമ്മദ് വരുന്നു. അങ്ങനൊരു ചിന്ത പോലുമില്ല. ആകെ ഉള്ളത് 313 പേര്. അവർക്കാണെങ്കിൽ ആകെ എണ്ണി പറഞ്ഞാൽ 70 ഒട്ടകം. 313 പേരുണ്ട്, 70 ഒട്ടകം, 2 കുതിര, 7-8 വാള്. ഇത് മാത്രമേ കയ്യിലുള്ളൂ. യുദ്ധത്തിനല്ല പോകുന്നത്. ഇപ്പുറത്താണെങ്കിലോ അബൂജഹൽ മക്കയെ ആക്രമിക്കാൻ വരികയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് സർവായുധ വിഭൂഷകരായി 1000-ഓളം ചെറുപ്പക്കാര്, മിന്നിത്തിളകുന്ന 1000-കണക്കിന് വാളുകൾ, കുതിരകൾ. ഇടയ്ക്കിടയ്ക്ക് ഒട്ടകത്തെ അറുക്കും, തിന്നും, പിന്നെ ആടിനെ അറുക്കും, ചുട്ടു തിന്നും, മദ്യം മൂക്കറ്റം കുടിക്കും. ആ വരുന്ന രംഗം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ആക്രമിച്ച് മദീന കീഴ്പ്പെടുത്താൻ അബൂജഹലിന്റെ നേതൃത്വത്തിൽ വരുന്ന രംഗം മോയിൻകുട്ടി വൈദ്യർ വളരെ വ്യക്തമായി കേരളത്തിന്റെ പ്രിയപ്പെട്ട കവി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. മികമികമായ പട്ടുകളാൽ പുളമേൽമ ചട്ടകളും അരനാട ചുട്ടികളും പല പണി പുതുവായി എടുത്തൊരു ഹാത്തം വിരൽക്കു പതിച്ചിടലാൽ അബൂജഹൽ വരുന്ന രംഗം, ആഡംബരത്തോടുകൂടി മദീനയിലേക്ക് മാർച്ച് ചെയ്യുന്ന രംഗം മോയിൻകുട്ടി വൈദ്യർ തന്റെ പാട്ടിലൂടെ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. ഏതുമാകട്ടെ, എനിക്ക് സുദീർഘമായി സംസാരിക്കാൻ സമയമില്ല. അവസാനം അവർ യുദ്ധത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. മുഹമ്മദ് നബി ഒരു യുദ്ധം പോലും ഉദ്ദേശിച്ചിട്ടില്ല. കഴിക്കാൻ ഭക്ഷണമില്ല, നോമ്പ്. നമ്മളൊക്കെ ചിന്തിച്ചു, നമുക്കിന്ന് നോമ്പ് 20ആയി, നമുക്ക് ഈ സമയമാകുമ്പോൾ നമ്മുടെ നാക്കുണങ്ങുന്നു, നമ്മുടെ വയർ ഭക്ഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മളെല്ലാം ജഗദീശ്വരനായ ദൈവത്തിന്റെ ആ ഒരു പ്രീതിക്ക് വേണ്ടി അതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതുപോലെ സ്വഹാബത്ത് നോമ്പെടുത്തവരാ. അവരാകെ അങ്കുലി പരിമിതം 313 പേര്. ഉറങ്ങി നിൽക്കുന്ന സ്വഹാബത്ത്, ആരോഗ്യമില്ലാതെ നിൽക്കുന്ന സ്വഹാബത്ത്. അപ്പുറത്താണെങ്കിൽ സർവായുധ വിഭൂഷകര്. അബൂജഹലിനോട് ചെന്നിട്ട് ചോദിക്കുന്നു അനുയായികൾ, ഈ പേക്കോലങ്ങളോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നേ? ഞങ്ങളിൽപ്പെട്ട 5-8 മതിയല്ലോ ഇതിനെയൊക്കെ ഇപ്പൊ കഥ കഴിച്ച് തിരിച്ചു പോകാൻ. എന്തിന്? അബൂജഹൽ പറഞ്ഞ് സാരമില്ല, പെട്ടെന്ന് കഥ കഴിച്ച് നമുക്ക് ഇപ്പൊ പോകാം ഇവിടുന്ന്. പക്ഷേ യുദ്ധം തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഏതാനും മിനിറ്റുകൾ മുഹമ്മദ് നബിയും തന്റെ 313 അനുയായികളും 1000-ഓളം വരുന്ന സർവായുധ വിഭൂഷകരോട് ഈ ഏതാനും മിനിറ്റുകൾ പോരടിച്ചപ്പോ ബദറിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. നേതാക്കളൊക്കെ വെട്ടിയിട്ട വാടകൾ പോലെ വീഴുകയാണെല്ലോ പ്രിയപ്പെട്ടവരെ. ബദറിൽ വമ്പിച്ച വിജയം അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ആയുധം ഒന്നിനും പരിഹാരമല്ലെന്ന് ഇസ്ലാം ബദർ യുദ്ധത്തിലൂടെ കാണിച്ചു തരികയാണ്. ഒന്നിനും ആയുധം പരിഹാരമല്ല. എല്ലാവരോടും ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സമുദായത്തോട് പറയുന്നു, എന്റെ സഹോദര സമുദായത്തോട് പറയുന്നു, എല്ലാവരോടും പറയുന്നു, ആയുധം ഒന്നും നേടാൻ പോകുന്നില്ല. അഹൽബലം കൊണ്ട് ഒന്നും നേടാൻ പോകുന്നില്ല. ബദർ നമുക്ക് നൽകുന്ന സന്ദേശം സൂക്ഷ്മതയുടേതാണ്. സൂക്ഷ്മത വേണം, വ്യക്തി ജീവിതത്തിൽ സൂക്ഷ്മത വേണം. നിശ്ചയദാർഢ്യമാണ് ബദർ നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ വിനയമാണ് നമുക്ക് നൽകുന്നത്. നമ്മൾ വിനയമുള്ളവരായിരിക്കണം. തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണോ പിന്നെ ജീവിക്കുന്നത്? അതെന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ മുസ്ലിം സഹോദരനല്ല, എന്റെ ഹൈന്ദവ സഹോദരൻ, എന്റെ ക്രൈസ്തവ സഹോദരൻ, അതുള്ളവൻ ഇല്ലാത്തവൻ, അവൻ എന്റെ കൂടപ്പറവൻ, എന്റെ സഹോദരനാണവൻ. അവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും പോക്കറ്റിൽ നിന്നും പണം എടുത്തു കൊടുക്കുന്നത് പോലെ ധർമ്മമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. വിനയത്തിൽ വിനയമുണ്ടെങ്കിലേ അതിന് സാധിക്കും. അല്ലാതെ പലക്കലം കാണിച്ച് ഞാൻ ഏതോ കൊമ്പത്താളാ, ആരുടെ മുന്നിലായി കാണിക്കുന്നേ? എല്ലാവരോടും വിനയത്തിന്റെ സന്ദേശമാണ് ബദർ നൽകുന്നത്. അതുപോലെ നിശ്ചയദാർഢ്യം. ഏതൊരു കാര്യവും ഇറങ്ങിയാൽ സാധിക്കും. ഞാൻ ഇറങ്ങിയാൽ സാധിക്കും, ഞാനിങ്ങനെ ഉടായ്പ കാണിച്ചാൽ സാധിക്കില്ല എന്ന സന്ദേശമാണ് ബദർ നമുക്ക് എല്ലാവർക്കും, മാനവരാശിക്ക് ബദർ നൽകുന്നത്. മുസ്ലിമിന് മാത്രമല്ല, മാനവരാശിക്ക് ബദർ നൽകുന്ന സന്ദേശം. അതുകൊണ്ട്
ചെയ്യേണ്ടതുണ്ട്, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. മുഖ്യ പ്രഭാഷകൻ അതൊക്കെ നിങ്ങളോട് പറയും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലം യുവജന